ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തേങ്ങ അരച്ചിട്ട് ആണ് ഈ ഒരു കറി റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ബീച്ചിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും വലിയ ജീരകവും കുരുമുളകും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ വലിയ ജീരകവും കുരുമുളകും ഒക്കെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഇളക്കി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്കൊരു 5-6 ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി പിന്നീട് ചേർക്കുന്നുണ്ട്. പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മണം വരുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാലകൾ പൊടിക്കാതെ ചേർക്കാനല്ല, പൊടിച്ചിട്ട് ചേർക്കാനാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2-3 സവാള നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ചിക്കൻ കറിക്കായാലും ഏത് കറിക്കായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നപ്പോൾ ഇതിലേക്കൊരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞു വരണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് തക്കാളി നല്ലപോലെ വേവിച്ചെടുക്കാം. ഇതിനകത്ത് ചേർത്തിട്ടുള്ള സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. മുളക് പൊടി നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാടൻ ചിക്കനാണ്, നമ്മൾ വീട്ടിലുള്ള കോഴിയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ പാത്രത്തിലല്ലാതെ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ നല്ല തിളച്ച വെള്ളം ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് കറി ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബീച്ചിൽ പോയിട്ടുള്ളത് മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ്. അഴീക്കൽ ബീച്ചിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറന്നു പോകരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്